ഒരൊറ്റ മുറി തേങ്ങ നിങ്ങൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയി കണ്ടെങ്കിലും ഒരു മുറി തേങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ ചോക്കോബാർ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. നമുക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ എന്തോ ഒരു തൃപ്തിയാണല്ലേ ഈ ഒരു ചോക്കോബാർ. കാരണം എന്താ വെച്ചാൽ ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. പക്ഷെ നമുക്കത് പൂതിണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ എന്തോ ഒരു വിലയല്ലേ, എല്ലാത്തിനെക്കാട്ടി വിലയുള്ളൊരു മധുരമാണ് ഈ ഒരു ചോക്കോബാർ. ഇതിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങി തിന്നാന്ന് വെച്ചാൽ എങ്ങനാലും പൂതി തീരൂല. അപ്പോൾ മക്കളെ, നമ്മളെ പെരയിൽ ഒരു മുറി തേങ്ങ ഉണ്ട്, ഇതേമാതിരി കുറച്ചൊരു പേപ്പർ ഗ്ലാസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ എമ്പാടും ഇതുണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ ഒരു കൊട്ട വേനൽക്കൊക്കെ നമ്മളെ കുട്ടികൾ ഫ്രിഡ്ജ് തുറക്കലും അടക്കലും അങ്ങനെയൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് ഇതാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ടാണേ. ഇപ്പം നമ്മളെ വീട്ടിലുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വലിയൊരു മുടക്കോ കാര്യമൊന്നുമില്ലാതെ കുറഞ്ഞ ചിലവിൽ, തീരെ മുടക്കില്ല എന്നല്ല, കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു ചോക്കോബാർ ഒന്ന് ഉണ്ടാക്കട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി. നിങ്ങൾക്ക് വലിയൊരു ചിലവൊന്നുമില്ലാതെ ഇഷ്ടം പോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചോക്കോബാർ ഉണ്ടാക്കണം എങ്ങനെ നോക്കട്ടോ. അപ്പോൾ മക്കളെ, ഈ ചോക്കോബാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്, ഫസ്റ്റിൽ തന്നെ വേണ്ടത്, ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ്. നമ്മൾ മുട്ടായി പോലെ നമ്മൾ വാങ്ങി തിന്നുന്ന ചോക്ലേറ്റ് ഒന്നും വാങ്ങരുത്. എന്താണ് മിൽക്കി ബാർ അങ്ങനത്തെ ഒന്നല്ല കേട്ടോ നമുക്ക് വേണ്ടത്. ഇതുപോലെ എന്താ വെച്ചാൽ നല്ല കട്ടയായിട്ടുള്ള, നമ്മൾ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ചോദിച്ചാൽ കിട്ടും. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവിടെ പോയിട്ട് ചോക്കോ കോമ്പോന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം കുറഞ്ഞ വിലയേ ഉള്ളൂ. നമുക്ക് ഒരു കട്ട കിട്ടിയാൽ ഇഷ്ടം പോലെ ഈ ഒരു ചോക്കോബാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോക്കോബാർ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊരു ഉറപ്പ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വലിയ കഷ്ണാക്കിയിട്ട് തന്നെ വെച്ചാലും നല്ല പോലെ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്കോബാർ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് നേരെ ഗ്യാസ് സ്റ്റൗവിൽ കൊണ്ടുപോയി വെക്കരുത്. നമ്മുടെ പാത്രം കേടുവരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ ചോക്ലേറ്റ് പെട്ടെന്ന് കരിഞ്ഞ പോലെ എന്തൊക്കെയോ ആവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു പാത്രത്തിൽ ലേശം വെള്ളം വെച്ചെടുത്തിട്ട് അത് തിളക്കണം എൻ്റെ മുകളിൽ ഇതുപോലെ ഈ ഒരു പാത്രം വെച്ചെടുത്താൽ, ഇനിയിപ്പോൾ കഷ്ണാക്കി ഒരുപാട് ചെറിയ കഷ്ണാക്കണമെന്നൊന്നുമില്ല. ആ ഒരു കട്ട തീക്ക് വെച്ചെടുത്താൽ തന്നെ കുറച്ച് സമയം നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാതിക്ക് നമ്മൾ തേങ്ങ വെച്ചിട്ടല്ലേ ചെയ്യണത്, തേങ്ങാപ്പാൽ വെച്ചിട്ട്. അപ്പോൾ ഇതിക്കുള്ള തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഒരുങ്ങട്ടോ, തേങ്ങ പൊളിക്കുക. ഇത് എന്ത് ചെയ്യുക, ഈ ഒരു ചോക്ലേറ്റിൻ്റെ കട്ട ചോക്കോ കോംബോ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കിത് കടയിൽ നിന്ന് എടുത്തു തരും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു സംശയമില്ലാതെ നമുക്ക് കിട്ടും. ഇതാട്ടോ നല്ലോണം മെൽറ്റായി കിട്ടുക. അപ്പോൾ ഇതെന്ത് ചെയ്യുക, കട്ടോടൊക്കെ ഒരു പാത്രത്തിൽ വെച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങ പൊളിക്കാൻ പോയി തേങ്ങയൊക്കെ പൊളിച്ച് ചെരഞ്ഞാകുമ്പോഴേക്കും ഇത് ഇളക്കാതെ തന്നെ പെട്ടെന്ന് കട്ടാവും. അപ്പോൾ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഇനി ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചാൽ ചൂടാറാനൊക്കെ വെയിറ്റ് ചെയ്താൽ അത് കട്ടായി പോവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കട്ടോ. ഇതിപ്പോൾ നമ്മളെ അടുത്ത കടയിലൊക്കെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയും പച്ചളൊക്കെ വാങ്ങുന്ന കടയിൽ പോയാൽ തന്നെ കിട്ടും. വലിയൊരു വില ഒന്നുമില്ലല്ലോ, ഒരു 50 പൈസ, ₹1 അങ്ങനെ എന്തോ ആണ് ഒരു ഗ്ലാസ്സിന് കേട്ടോ. എന്നിട്ടിതാ നമുക്ക് ആ ഒരു ചൂടോട് കൂടി തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഒഴിച്ച് പൂരി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു കട്ടിയിലൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് നല്ല പോലെ മറിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ കട്ട വെച്ചിട്ട് ഇത്രയും ഗ്ലാസ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്ലാസ് എല്ലാം കൂടെ നമുക്ക് ഫ്രീസറിലൊന്ന് വെക്കണം. ഒരു 5 മിനിറ്റോളം ഒന്ന് ഫ്രീസ് ആയി ഇട്ടിട്ട്, ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ചിരകി നല്ല പോലെ ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, പശുവിൻ പാൽ ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനൊരു 4 കപ്പ് പാൽ ഇതിൽ കളന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് പാൽ നല്ലോണം തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളക്കട്ടോ. തേങ്ങാപ്പാലല്ലേ, അടി പിടിക്കണ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാൽപ്പൊടി നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കുക. കാരണം നിർബന്ധം എന്നുള്ള കാര്യമല്ലല്ലോ. ഈ ഒരു തേങ്ങാപ്പാലിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽപ്പൊടി വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായപ്പോൾ എടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിൽ ഒരു അമുലിൻ്റെ ഒരു 10 രൂപേൻ്റെ പാക്കറ്റോ 10-15 രൂപേൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് ചെയ്താലും മതിയാവും. നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ. കാരണം നമുക്ക് ചോക്കോബാറൊക്കെ കുറഞ്ഞ വിലക്ക് കിട്ടുമല്ലേ, ഇഷ്ടം പോലെ കഴിക്കാനല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു പാൽപ്പൊടി പാക്കൊക്കെ വാങ്ങിക്കോളിട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോറോ മൈദ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ മൈദയാണ് എടുക്കുന്നത്. ഒരു 3 ടീസ്പൂണ് മൈദ 3 ടീസ്പൂണ് മൈദ എടുത്തിട്ട് നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ ആ തേങ്ങാപ്പാൽ ഞാനൊരു 4.5 കപ്പോളം ഉണ്ടേനി. അപ്പോൾ ഒരു 1/2 കപ്പ് ഞാൻ എന്തിനാ വെച്ചാൽ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് മൈദ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കോൺഫ്ലോർ ഇല്ല. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കുക. ഇനിയിപ്പോൾ മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഗോതമ്പ് പൊടി ഏതെങ്കിലുമൊക്കെ ചേർത്തോളി. ഏതായാലും എന്ത് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊക്കെ ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ലേശം പാലുണ്ട് കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കണം. എന്താ വെച്ചാൽ കുറച്ച് നമ്മൾ ഈ ഒരു പാത്രം ഉണ്ടല്ലോ അതൊന്ന് ചുഴറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പാത്രം ചുഴറ്റാൻ നിൽക്കാതെ ഇത് പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഈ ഒരു മൈദ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടുള്ള പാലല്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് കട്ട കുത്താനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുക, പെട്ടെന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രമൊക്കെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾ എടുത്തില്ലെങ്കിൽ വെള്ളം വെച്ചിട്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നിങ്ങൾ 1 ലിറ്റർ പാലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3.5 കപ്പ് പാലൊക്കെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് 1/2 കപ്പ് നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സ് നല്ല പോലെ തിളച്ച വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ചോക്കോബാർ നല്ലൊരു മധുരം ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു ചോക്കോബാറിന് നല്ല ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കുറച്ചൊന്ന് മെൽട്ടായി ഒരു പഞ്ചസാര നല്ലോണം ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഒന്ന് നോക്കുക ഇത് ഈ മധുരം ഉണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ഉണ്ടോ എന്നൊക്കെ. ചിലവർക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല മധുരം. അപ്പം ഒരു ലൈറ്റ് മധുരത്തിൽ വേണമെങ്കിൽ 1/2 കപ്പ് തന്നെ മതിയാവും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നല്ല മധുരം വേണ്ടപോലെ 2-3 ടേബിൾ സ്പൂണും കൂടി ഇട്ടെടുക്കുക. പിന്നെ ഇതാ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് കേട്ടോ ഈ ഒരു വാനില എസൻസ് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടില്ല. ഒരു മൂടി നമ്മളെ ഒരു ആ എസൻസിൻ്റെ കുപ്പീൻ്റെ മൂടി ഉണ്ടല്ലോ അതിലേക്കന്നെ ഒഴിച്ചെടുത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ വാനില എസൻസ് ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ ഇതാ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് തിളക്കൊന്നും വേണ്ട കേട്ടോ, ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചോക്കോബാർ നല്ല ക്രീമി ആയിട്ട് നല്ല ഭംഗിയോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്കാക്കി എടുക്കൊന്നും വേണ്ട. ഇപ്പോൾ കുറച്ച് സമയം നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ ഒരു മൈദയും വാനില എസൻസും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് എല്ലാം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഇതിലാണ് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ വാങ്ങി വെക്കേണ്ടത്. പക്ഷേ അത് തണുത്ത് വരുമ്പോൾ ഇതാ കണ്ടല്ലോ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കിട്ടുട്ടതാ. അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ നമ്മൾ സ്റ്റൗമെന്ന് വാങ്ങി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ചൂടാക്കാറും. നല്ലോണം ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യുക, മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്താ വെച്ചാൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് തണുക്കണം. ചെറുതായിട്ടല്ല, അത്യാവശ്യം തന്നെ നല്ലോണം തണുക്കണം. ഫ്രീസറിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ നല്ലോണം തണുത്തിട്ട് കിട്ടും. എന്തിനാന്ന് വെച്ചാൽ നല്ലോണം തണുത്തിട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താവും, നല്ല തണുത്ത ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഇത് കിട്ടും നമുക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗ്ലാസ് ഫ്രീസറിൽ വെച്ചതല്ലേ, അപ്പോൾ നല്ലോണം തണുത്ത് ഉഷാറായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല തണുത്ത ഐസ്ക്രീമിനുള്ള ആ ഒരു ക്രീം തന്നെയാണ് കേട്ടോ, ഐസിൻ്റെ ക്രീം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ചോക്കോബാറിനുള്ള ആ ഒരു മിൽക്ക് ക്രീം നല്ലോണം തണുത്തത് ഒഴിക്കണം. അതല്ല നമ്മളിപ്പോൾ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല, നമ്മൾ ആ ഒരു മൈദയും ഇതും കൂടി അടിച്ചെടുത്ത ആ ഒരു ഇതുണ്ടല്ലോ വിരകിയെടുത്ത്, അത് നമ്മൾ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല 10 മിനിറ്റ് എന്നുണ്ടെങ്കിൽ എന്താവും സംഭവം എന്നറിയോ, നമ്മളിപ്പോൾ നല്ലോണം തണുത്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് അടിച്ചെടുക്കുമ്പോൾ എന്തായാലും മിക്സിക്ക് ചെറുതായിട്ടൊരു ചൂട് അനുഭവപ്പെടും. അത് നമ്മൾ ഈ ഒരു മെൽറ്റാക്കി വെച്ചിട്ടുള്ള
എന്താണ് ഈ ഒരു ഗ്ലാസ് കൊഴിച്ച് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? അല്ല നമ്മളിത് നല്ലോണം മെൽറ്റാക്കിയിട്ട് ഫ്രീസറിലൊക്കെ വെച്ച ഗ്ലാസ് അല്ലേ, പക്ഷെ അത് നല്ലോണം തണുത്ത് ഉറച്ച് നിൽക്കുകയാണ്, നല്ല സെറ്റായി നിൽക്കുകയാണ് ചോക്ലേറ്റൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു അടിച്ച ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ അറിയോ, ആ ഒരു മിക്സിയുടെ ആ ഇളം ചൂട് കൊണ്ട് നമ്മൾ ഈ ഒരു ഇത് പെട്ടെന്ന് മെൽറ്റായി പോവും, ആ ഒരു ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലാസ് തണുപ്പിച്ച് സെറ്റാക്കിയതുപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കാനുള്ള ആ ഒരു എന്താണ് കുറുക്കുണ്ടല്ലോ അതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം മാത്രം അടിക്കുക. അപ്പോൾ എന്താ പറയുക, ചോക്ലേറ്റ് മെൽറ്റ് ആവുമൊന്നുമില്ല. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഇതിൻ്റെ കൂടെ മെൽറ്റ് ആവും, പിന്നെ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു ചോക്കോബാർ കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞത് തന്നെ പറയണമെന്ന്, പക്ഷെ അതല്ല മക്കളെ, നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. ഏതായാലും ഇതാ ഞാനും ഇതൊക്കെ ഇടരുത്, ഞാൻ രാത്രിയിലാണ് ചെയ്യണം, ഓൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, കാരണം ചോക്കോബാർ ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ ഒന്ന് വലിയ നാളാണ് കേട്ടോ. അപ്പോൾ ഞാനും ഓളും കൂടെ ഇതുപോലെ ഫോയിൽ പേപ്പറും ഒക്കെ വെച്ച് നല്ലോണം ഒന്ന് കവർ ചെയ്ത് ഇതിൻ്റെ നടുവിൽ ഒരു സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 8-10 മണിക്കൂറോളം ഫ്രീസറിൽ നിന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനൊന്നും വേണ്ട, ഒരു 8 മണിക്കൂറൊക്കെ മതി. ഏതായാലും രാവിലെ തന്നെ നമുക്കിത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിത് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഒരു ചോക്ലേറ്റ് ഇതിമ്മ തന്നെ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു പാലും തേങ്ങാപ്പാലും പഞ്ചസാര എല്ലാം കൂടി കുറുക്കിയതിന് ശേഷം ആ കുറുക്ക് പുറത്ത് നിന്ന് ചൂടാറിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ച് തണുത്തതിന് ശേഷം മാത്രം മിക്സഡ് ജാറിലിട്ട് അടിക്കുക. അപ്പോൾ ഇതാ മക്കളെ, എന്താ അൽഹംദുലില്ലാ മാഷാഅല്ലാഹ്, എന്താന്നറിയാം, നല്ല ചോക്കോബാറാണ് കേട്ടോ. ഇതാണെങ്കിൽ നല്ല കട്ടിങ് കനുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ നല്ല കൊള്ളും, നല്ലോണം ഈ ഒരു ക്രീം കൊള്ളുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്രയും 4-4.5 കപ്പ് തേങ്ങാപ്പാൽ വെച്ച് ഒരു 3 സ്പൂണ് മൈദയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് എത്രങ്ങാനും ഉണ്ടേനി. അത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചപ്പോൾ മിക്സിൻ്റെ മുക്കാ ഭാഗം ഉണ്ടേനി. അത് ആ ഗ്ലാസ് പറഞ്ഞപ്പോൾ തന്നെ വേണ്ട തീർന്ന്. ഇത്രനല്ലേ ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ കിട്ടിയത്. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് കുറക്കട്ടോ. ചെറിയ ഗ്ലാസ് ഉണ്ടാവില്ല നമുക്ക് പായസത്തിനൊക്കെ ഉള്ള ഗ്ലാസ്, പായസമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് വാങ്ങിയാൽ ഇത്രയും വേണ്ട കേട്ടോ. ഈ ഒരു അളവ് തന്നെ നമുക്ക് ഏകദേശം ഒരു 12-15 ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയാണ്. ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് മനസ്സും ശരീരവും വയറും ഒരുപോലെ നിറയും. കാരണം നമ്മൾ വയറ് നിറയാൻ ഇതിലും കൂടുതൽ ഇനി വേണ്ട, കാരണം അത്രക്കും കൊള്ളുന്നുണ്ട്. പിന്നെ ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലും ചോക്ലേറ്റും എല്ലാം കൂടി കൂടിയിട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റിനേക്കാളും ചോക്കോബാറിനേക്കാളും നല്ല ടേസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതാ റിതും പിന്നെ അനിയത്തിൻ്റെ മോള് വരുന്നുണ്ട്, അനിയത്തിയൊക്കെ വന്നിക്കണ്. അപ്പോൾ ഏതായാലും മദ്രസൊക്കെ കൂട്ടാണല്ലോ അല്ലേ, ചൂടുകൊണ്ട് 3 ദിവസത്തിന് സംസ്ഥാന മദ്രസൊക്കെ പൂട്ടെടുത്തുകൊണ്ട് തന്നെ ഒലി വിരുന്നാണ്. അപ്പോൾ റിതുവിന് ഭയങ്കര സന്തോഷമാണ്. പോരാത്തിന് ചോക്കോബാറിൻ്റെ ഒക്കെ ഒരു ഐസും. അപ്പോൾ ഈ ഒരു വേനൽക്ക് നമ്മളെല്ലാവരും വീട്ടിലെ കുഞ്ഞു മക്കൾക്കും വലിയവർക്കും, ഇപ്പം ഞാൻ തന്നെ അങ്ങനെ ഒരു ഐസൊന്നും കഴിക്കണ ആളല്ല കേട്ടോ. പക്ഷേ ഇതായപ്പം എന്താണെന്നറിയില്ല, ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പൂതിയാവുക. കാരണം ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ചിലവൊന്നുമില്ലാത്ത ഈ ഒരു ചോക്കോബാർ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം അതുപോലെ തന്നെ ഇതിന് നിങ്ങളൊരു ലൈക്കൊക്കെ തരും കേട്ടോ. കാരണം അത്രക്കും ടേസ്റ്റാണ്, ഈസിയാണ്, വലിയൊരു ചിലവില്ല എന്ന് ഞാൻ പറയില്ല. ഇത്ര പോകുന്ന ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ കുറഞ്ഞ രൂപ, എത്ര ഒരു 100ൻ്റെ ചോട്ടിലായിട്ടൊക്കെ വേണ്ടി വരും. എന്നാലും മക്കളെ ഇപ്പം നമ്മൾ ഇത്രയും കട്ടിങ് കനത്തിൽ ഉണ്ടാക്കാൻ കണ്ടില്ലേ, ബത്തുവിൻ്റെ കയ്യിലൊക്കെ എത്രങ്ങാനും വലിയ കട്ടിങ്ങാനുള്ളൊരു കുറ്റിയൊക്കെ എടുക്കണേ. അപ്പോൾ ഇതന്നെ നമുക്ക് 2 എണ്ണം ആക്കിയിട്ട് എടുക്കാം കേട്ടോ, ചെറിയ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് അളവ് കുറച്ചിട്ട് ഉണ്ടാക്കുക, ഇഷ്ടം പോലെ കഴിക്കുക, കുറഞ്ഞ പൈസ കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.